ഇനി ഒന്നും കൂടി ഉണ്ട്, ബാക്കിയും കൂടി പറഞ്ഞാ. ഒന്ന് ട്രൗസറും മറ്റേ ബർമൂടി ആക്കാൻ പറ്റൂല. ശരിക്കും മറുപടി പറയണം. അതെ, ഒന്ന് ട്രൗസറും മറ്റേ ബർമൂടി ആക്കാൻ പറ്റൂല. പറയടാ മറുപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദ് EK വിഭാഗം സമസ്തയിൽ എത്രയോ ശതമാന കണക്ക് പറയുന്നുണ്ട്. എത്രയോ ഒരു ശതമാന കണക്ക് പറയുന്നുണ്ട്. എത്രയാണ് നൗഷാദെ ഒന്ന് പറഞ്ഞ? 100%. ആ, 100%. 100% EK ഉസ്താദിന്റെ സമസ്തയുമായി പിന്നെ യോജിച്ചു പോകാനും ആദർശപരമായിട്ട് ഒരൊറ്റ ഒന്നാണോ എന്നൊക്കെയാണ് നൗഷാദിന്റെ വാദം. അതൊന്നും നമുക്ക് നോക്കാം ശരിയാണോ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ മോന് അബ്ദുള്ള ഹസനി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം ഇവനിടുന്നുണ്ട്. അത് ഇട്ടാണ്ടവൻ പറയണത് അബ്ദുള്ള ഉസ്താദ് വഹാബിയായി. ഇതേ വിഷയം നമ്മളെ കുട്ടുകര സാദി ഉസ്താദ് പറഞ്ഞപ്പോഴും വഹാബിയായി. അപ്പം നമുക്കൊന്ന് നോക്കാലോ അവൻ്റെ എത്രമാത്രം യോജിപ്പും ശതമാനമൊക്കെ നോക്കാലോ. അപ്പോൾ അവന് പിന്നെ ഇൽഹാം കശ്ഫ് കറാമത്ത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയം, ആ ക്ലിപ്പ് ഇട്ടോ അവന് സംസാരിക്കുന്നുണ്ട്. ക്ലിപ്പ് കുറച്ച് വലിയൊരു ക്ലിപ്പാവുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, അവന്ന് നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് അബ്ദുൽ മുസ്താഫ് പറയണതും പിന്നെ നൗഷാദിൻ്റെ ഒരു വിശദീകരണവും കൂടി കേട്ടിട്ട് നമുക്കൊന്ന് നോക്കുക അവന് എവിടേക്കാണ് എത്തുന്നത് എന്നുള്ളത്. ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കേൾക്കിട്ടോ. അതാണ് ഇതേ വ്യക്തിക്ക് പറയേണ്ടി വന്നത്. എന്ത്? ഈ കാലത്ത് ശുബ്ഹ മാത്രമാണെന്ന് പറഞ്ഞു ഹലാല് തിന്നാത്തത് കൊണ്ട് തന്നെ വാദിക്കേണ്ടി വന്നു, ഇൽഹാമിനെ തന്നെ നിഷേധിക്കേണ്ടി വന്നു. അതും കൂടി കേട്ടോളി. അല്ല, എന്തുകൊണ്ട്? ഇത് ലാ സിഖത ലിഗൈരി മഅസൂമിൻ ബിഖവാതിരിഹി. മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവൻ്റെ മനസ്സിൽ എന്ത് തന്നെ തോന്നിയാലും എത്ര നല്ലതിൻ്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല? ഇത് ലാ യഗ്മനു ദസീസത്ത ശൈത്താനി ഫീഹ. പിശാച്ച് നല്ലതിൻ്റെ ഉള്ളിൽ നല്ലതിൻ്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇനി നൗഷാദിൻ്റെ ഈ ക്ലിപ്പ് കഴിഞ്ഞിട്ടുള്ള വിശദീകരണം കൂടി ഒന്ന് കേട്ട് നോക്കിട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും SBS കാരനല്ല വാദിച്ചത്. മുഷാവറയിൽ ക്ഷണിതാവായി കടത്തി അടുത്ത മുഷാവറയിൽ മെമ്പറാൻ പോകുന്ന ആളാണ് അല്ലേ? ഹിയാവുസുന്നയിൽ ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ആളുകളാണ്. എന്താ അവർ വാദിക്കുന്നത്? മഅസൂമായ നബിക്കും മലായികത്തിനും മാത്രമേ ഇൽഹാം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ, അല്ലാത്ത ഇൽഹാമൊക്കെയും പഠിച്ചു പോകും. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി ബഹുമാനപ്പെട്ടവരുടെ അൽ ഫത്ഹുർ റബ്ബാനി, ഫത്ഹുർ റബ്ബാനിയിൽ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി നിങ്ങൾ എവിടെ എത്തി? ഔലിയാക്കന്മാരെ എതിർത്ത് തനി വഹാബിസത്തിൽ. അതെ, വഹാബിസത്തിലേക്ക് എത്തിപ്പോ. അപ്പം ഇനി ഏതായാലും ഇപ്പോൾ EK സംസ്ഥയുമായിട്ട് ആദർശപരമായിട്ട് ഒരൊറ്റ ഒന്നാണെന്ന് പറഞ്ഞ നൗഷാദെ, ഇതേ വിഷയം EK വിഭാഗം സംസ്ഥയുടെ നേതാവായ MT അബ്ദുൽ ഉസ്താദ് പറയുന്നുണ്ട്. കാക്കാൻ്റെ കുട്ടി അവിടെ ഇത് പറയോ വഹാബിയായി? ഏതായാലും ഇപ്പോൾ അവിടെ ആദർശപരമായിട്ടൊക്കെ ഒത്തുപോകാനുള്ള പരിപാടിയിൽ 100% ആയിക്കണല്ലോ. ഇപ്പോൾ ഇതൊന്നും പറയോ? അബ്ദുൽ ഉസ്താദ് പറയണമെന്ന് കേൾക്കി. ഓൻ്റെ ഉടായിപ്പ് ഇതാണ്. ഈ ചങ്ങായിനെ അന്ന് കൊല്ലിക്ക് പിടിച്ച് പുറത്തേക്കിട്ട വിഷയമാണ് ഇതൊക്കെ, അല്ലാതെ ഒന്നുമല്ല. എന്തൊരു വിഷയമാണെങ്കിലും ഇവൻ്റെ വിഷയം പേരോട് ഉസ്താദ്, പൊന്മുള ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ നേതൃത്വം എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതേ വിഷയം EK വിഭാഗത്തിൽപ്പെട്ട നേതാക്കളോ അതുപോലെ സംസ്ഥാനത്തിന് അജീവ് മൗലവിയോ എന്ന് പറഞ്ഞാലൊന്നും അതിനൊന്നും എതിർക്കൂല. ആ വിഷയം തന്നെ ഓൻ കേൾക്കുക പോലും ചെയ്യൂല എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും ഓൻ കേൾക്കൂല. ഓൻ്റെ വിഷയം പേരോട് ഉസ്താദ്, പൊന്മുള ഉസ്താദ്, AP വിഭാഗം, വേറൊന്നും അവനില്ല. ഇനി നൗഷാദെ ഇതാ കേട്ടോ, MT അബ്ദുൽ ഉസ്താദ് പറയണത് ശരിക്ക് കേട്ടോ, എന്നിട്ട് എൻ്റെ നിലപാട് എന്താന്ന് പറയാം.
ഇതിൽ കേട്ടോ. എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇൽഹാം വിശ്വസിക്കാൻ പറ്റുമോ? കശ്ഫ് വിശ്വസിക്കാൻ പറ്റുമോ? സ്വപ്നം വിശ്വസിക്കാൻ പറ്റുമോ? ഇൽമുൽ ജബ്ർ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ദീനിന്റെ വിധിവിലക്കുകൾക്ക് ഒരു തെളിവായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട അയിമത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും തെളിവല്ല. കശ്ഫുൽ ഖത്ത് സംഭവിക്കും. ഇജ്തിഹാദിൽ പിഴവ് സംഭവിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കശ്ഫിൽ പിഴവ് സംഭവിക്കും. അതുകൊണ്ട് ശർഈയായ വിധികൾക്ക് കശ്ഫ് തെളിവാക്കാൻ പാടില്ല. ഇതുപോലെയുള്ള വിദ്യകളൊന്നും തെളിവാക്കാൻ പാടില്ല. ഇതാണ് പഠിപ്പിക്കുന്നത്. കേട്ടോ നിഷാദേ, കേട്ടോ. ഇതിനൊരു മറുപടി പറയാം. വട്ടൂരിയിലെ പെട്ടുപോയ സാധാരണക്കാരോടും കൂടിയാണ് പറയണത്. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ നൗഷാദിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. ഈ അബ്ദുൽ ഉസ്താൻ ഈ ക്ലിപ്പ് കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നൗഷാദിനോട് അടിച്ചു നൗഷാദ്. ഈ ഉസ്താദിന്റെ സമസ്തയിൽ 100% പിന്നെ യോജിച്ചു പോവുകയും ആദർശപരമായി ഒരൊറ്റ ഒന്നാണെന്ന് പറഞ്ഞ നൗഷാദ് ബബ്ബബാണ് പറയും. അങ്ങനൊന്നും ചോദിച്ചോക്കൊണ്ടി. പക്ഷെ ഇനി ഇതിനെക്കുറിച്ച് ഇതൊന്ന് പറയാം. ഇത്തര പോരൂര ചങ്ങായജ് വൈരാഗ്യത്തിന്റെ പേരിൽ എൻ്റെ മുന്നിൽ നിൽക്കണ സാധാരണക്കാർ ഈമാൻ എന്തിനാ ചങ്ങായെ കളയണത്? അതാണ് എന്നോട് ചോദിക്കുന്നത്. സാധാരണക്കാർ ഇപ്പോൾ ഏതായാലും കോമാടൻ്റെ വെള്ളം കുടിച്ച് അവർ പെട്ടുപോയി. ഇനി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. എന്ത് പറഞ്ഞാലും നിങ്ങൾ അതേ സത്യം നിങ്ങൾ കരുതുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വെള്ളം കുടിച്ചോട് കൂടി നിങ്ങൾ പെട്ടുപോയി. പക്ഷേ നിങ്ങൾക്കും അഥവാ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല ബുദ്ധി വരികയാണെങ്കിൽ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിത് കാണിച്ചു തന്നെ. ഓന് വ്യക്തി വൈരാഗ്യമാണ്. കൊല്ലിക്ക് പൊടിച്ച് പുറത്ത് കിട്ടിയതിൻ്റെ വൈരാഗ്യം തീർക്കാണ്. അത് നമ്മൾ എപ്പോഴും പറയണതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഇങ്ങനെ ഇപ്പോൾ 2 ക്ലിപ്പ് ഇപ്പോൾ ഞാൻ ഇട്ടെന്നല്ലോ. അങ്ങനെ വാങ്ങുമ്പോൾ എന്താണ് പക്ഷെ അതേ ഒന്ന് പറയാനുള്ളത് ഒന്ന് പറഞ്ഞാൽ. അത് കളവും ഇത് അതെങ്ങനെ? അതന്നെ എന്നോടും ചോദിക്കാള്. ഇവിടെ വിധത്തും അവിടെ സുന്നി ആവുന്നത് എങ്ങനെ? പറയടാ മറുപടി. അതിന് പറയും. ഇനി ഒന്നും കൂടി ഉണ്ട്, ബാക്കിയും കൂടി പറഞ്ഞ. ഒന്ന് ട്രൗസറും മറ്റേ ബർമൂടിയാക്കാൻ പറ്റൂല. ശരിക്കും മറുപടി പറയണം. അതെ, ഒന്ന് ട്രൗസറും മറ്റേ ബർമൂടിയാക്കാൻ പറ്റൂല. പറയടാ മറുപടി. MT അബ്ദുൽ ഉസ്താദ് പറഞ്ഞത് സുന്നത്ത് ജമാഅത്താണോ അതാ വഹാബിസമാണോ? അബ്ദുള്ള ഹസനി ഉസ്താദ് പറഞ്ഞത് ബിദഅത്താണോ സുന്നത്ത് ജമാഅത്താണോ? പറയടാ മറുപടി. ഇത് ആർക്കാ ഉണ്ടാക്കണത്? എന്നിട്ട് അവിടെ 100% യോജിച്ചു പോവുക ഒക്കെ പറഞ്ഞാണ്ട് വലിയ ബേള് പറയാത്. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇനി കോമാടൻ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കും. നമ്മളിനി ആരും പിന്താങ്ങണ്ട, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോണ റൂട്ടിനെ പോയിക്കോട്ടെ എന്നുള്ള തീരുമാനം എടുക്കാനാണ് സാധ്യത. ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നമുക്കും കുറച്ചൊക്കെ അറിവ് കിട്ടുന്നുണ്ട്. കോമാടൻ ചിലപ്പോൾ ഇനി അതിലേക്കായിരിക്കും ചിലപ്പോൾ പോവുക. നമ്മളിനി ആരെയും താങ്ങണ്ട, നമ്മൾ പോണ റൂട്ടിൽ പോയിക്കോട്ടെ എന്നുള്ളിടത്തേക്ക് എത്തും. എന്നാൽ പിന്നെ നമ്മളിവിടെ നിർത്തുകയാണ്. സത്യം മനസ്സിലാക്കുക. ഇതിൽ പെട്ടുപോകണ്ട. ഇതൊക്കെ ശൈത്താനിയത്താണ്, കള്ളത്വരീകത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.